നമ്മുടെ ദൈവത്തെ തിരുവചനം വിവിധ രീതികളിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിലൊന്നത്രേ മലയാളത്തിൽ വിവർത്തനം ചെയ്തിരിക്കുന്ന പുരാതനനായ ദൈവം. എന്നുവെച്ചാൽ പഴഞ്ചൻ ദൈവമെന്നല്ല, ഇംഗ്ലീഷിൽ ഇറ്റേണൽ ഗോഡ്, നിത്യ ദൈവമെന്നാണ്. മോശ ഈ ദൈവത്തെപ്പറ്റി പറയുന്നത് ആവർത്തന പുസ്തകം 33 അധ്യായം 27 വാക്യം, നിത്യനായ ദൈവം നിന്റെ സങ്കേതം, കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. ഈ വാചകം ദൈവത്തിൻ്റെ കാലാതീതമായ സ്വഭാവത്തെ ഊന്നിപ്പറയുന്നു. സമയത്തിൻ്റെ പരിമിതികൾക്കപ്പുറം അവൻ്റെ അസ്തിത്വം എടുത്തു കാണിക്കുന്നു. മോശ തൻ്റെ മരണത്തിനു മുമ്പ് ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കുകയാണ് ആവർത്തന പുസ്തകത്തിലൂടെ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യത്തെയും സംരക്ഷണത്തെയും കുറിച്ച് അവരെ മോശ ഓർമ്മിപ്പിക്കുകയാണ്. ഈ നിത്യ ദൈവമാണ് നിങ്ങളുടെ സങ്കേതം. ദൈവത്തെ ഒരു വാസസ്ഥലമായി മോശ ചിത്രീകരിച്ചിരിക്കുന്നു. ഈ സങ്കല്പം മോശ 91 സങ്കീർത്തനത്തിൽ ആവർത്തിക്കുന്നു. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുക. മോശയ്ക്ക് ഇസ്രായേൽ ജനത്തോട് പറയുവാനുള്ളത്, കുറച്ചു കാലം കഴിയുമ്പോൾ മറ്റു മനുഷ്യരെ പോലെ ഞാനും മരിക്കും. എന്നാൽ ഞാൻ സേവിച്ചു പോരുന്ന ദൈവം മരിക്കുന്നില്ല, കാരണം അവൻ നിത്യ ദൈവമാണ്. 91 സങ്കീർത്തനത്തിൻ്റെ 2 വാക്യത്തിൽ മോശ പറയുന്നു, ഹീ ഈസ് ഫ്രം എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ്. അവിടുന്ന് നിത്യത തുടങ്ങി നിത്യത വരെയുള്ളവനാണ്. ആദിയും അന്തവുമില്ലാത്തവൻ. അവൻ ആദിയിൽ ഉണ്ടായവനല്ല, ഉണ്ടായിരുന്നവനാണ്. ഈ നിത്യനായ ദൈവം തൻ്റെ ജനത്തിന് സ്ഥിരമായ അഭയസ്ഥാനമാണെന്ന് ഉറപ്പിച്ചും ആവർത്തിച്ചും തിരുവചനം പറഞ്ഞിരിക്കുന്നു. നാം ഇന്ന് ഒരുപക്ഷെ പല കാര്യങ്ങൾക്കുമായി പലരിലും പലയിടങ്ങളിലും അഭയം തേടാറുണ്ട്. ചിലപ്പോൾ അത് കിട്ടിയെന്ന് വരാം. കിട്ടിയാൽ തന്നെ ഇങ്ങനെയുള്ള അഭയങ്ങൾ ശാശ്വതമായി നിലനിൽക്കുന്നില്ല. എന്നാൽ ഏത് സമയവും ഏതൊരു കാര്യത്തിനായും എല്ലായ്പ്പോഴും കടന്നു വരുവാൻ കഴിയുന്ന ഇടമാണ് ദ ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വാസസ്ഥലം. ഈ വാസസ്ഥലം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് സുരക്ഷയാണ്, സുരക്ഷിതത്വമാണ്, സമാധാനമാണ്, സ്വസ്ഥതയാണ്, സന്തോഷമാണ്. തീർന്നില്ല. ഈ ഭൂമിയിൽ ദൈവത്തെ സങ്കേതമാക്കിയിരിക്കുന്നവർ വരും ലോകത്തിൽ ദൈവത്തോടൊപ്പം നിത്യ കൂടാരത്തിൽ വസിക്കും. തിരുവചനം പറയുന്നു, വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിൻ്റെ 3 വാക്യം, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവനവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെയിരിക്കും. നമുക്കിന്ന് ഇങ്ങനെ പറയാം, നിത്യനായ ദൈവം എൻ്റെ സങ്കേതം, അതുകൊണ്ട് എൻ്റെ കീഴെ അവിടുത്തെ ശാശ്വത ഭുജങ്ങളുണ്ട്. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.